അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇവിടെ ഈ ദുരിതാശ്വാസ നിധി അത് വകമാറ്റി ചെലവഴിക്കുന്നു എന്നുള്ള ആരോപണം അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേട്ടു തുടങ്ങിയതാണ്. നമുക്കറിയാം 2018 പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവരുടെ അവരുടെ പെൻഡിങ് അപ്പീലുകൾ തീർപ്പാക്കുന്നതിന് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട എഞ്ചിനീയർമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഏകദേശം 21 ലക്ഷം രൂപ. ഇത് വിവരാവകാശ നിയമപ്രകാരം എടുത്താണ് കേട്ടോ. ആ എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഈ 21 ലക്ഷം രൂപ നൽകിയത് ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ്. ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ദുരിത ബാധിതർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതിലെ ഓരോ പണവും ഓരോ പെന്നിയും അവർക്ക് വേണ്ടി മാത്രം ചെലവഴിക്കണം എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. പ്രളയ ദുരിതാശ്വാസമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച അധിക തുക, അത് അധിക അരി വിതരണം ചെയ്ത വകയിൽ റേഷൻ കടയുടമകൾക്ക് കമ്മീഷൻ ഇനത്തിൽ 9,40,11,595 രൂപ. കണക്ക് സഹിതമാണ് ഞാൻ പറയുന്നത്. ഈ റേഷൻ ഉടമകൾക്ക് അതുപോലെ ഏജൻറ്റുമാർക്ക് ഒക്കെ പണം കൊടുക്കുന്നത് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു 2021 കൂട്ടിക്കൽ ദുരന്തം, അതിൽ ഈ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് അവർക്കൊന്നും ഒരു വീട് പോലും നൽകിയിട്ടില്ല. പിന്നെ ഈ ദുരിതാശ്വാസ നിധിയിൽ ഇങ്ങനെ പണമുണ്ടാക്കാനുള്ള ഒരു സന്ദർഭമായി, ഒരവസരമായി ഇത്തരം ദുരിതങ്ങളെ കണ്ടാൽ മതിയോ? അതിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതിയോ? ആ പണം ചെലവഴിക്കണ്ടേ? ആത്യന്തികമായി ഇതിൻ്റെ ബെനിഫിഷ്യറീസിൽ, ഇതിൻ്റെ ഉപഭോക്താക്കളിലേക്ക് എത്തേണ്ടത് അത് അനിവാര്യമല്ലേ? ഇപ്പോഴും കാത്തിരിക്കുകയാണ്, ഇപ്പോഴും അവർക്ക് ആശങ്കയാണ്. ആ ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത്. അതിനെന്തെങ്കിലും ഉടനടി തന്നെ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതല്ലേ? ആ ആശങ്ക അവസാനിപ്പിക്കേണ്ടതല്ലേ? ഇവിടെ ഇപ്പോൾ ഞാൻ സംസാരിച്ചതിന് ശേഷം നടന്ന ചർച്ചകൾ മുഴുവൻ എൻ്റെ ദൃഷ്ടിയിൽ അതൊരു രാഷ്ട്രീയ ചർച്ചയാണ്. എന്നെ ഈ ചർച്ചയിലേക്ക് വിളിച്ചത് ദുരിതാശ്വാസ നിധിയും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചർച്ചയ്ക്ക് വരണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അത് ഉദ്ദേശിച്ചിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അതുകൊണ്ട് എനിക്ക് ആ ചർച്ചകളിലേക്ക് പങ്കെടുത്തിട്ടുള്ള എൻ്റെ ബഹുമാന്യപ്പെട്ട സുഹൃത്തുക്കളുടെ പരാമർശങ്ങളോട് പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ പോലും ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രിയെ, പിണറായി വിജയനെ, മീഡിയയെ വിളിച്ച് ചോദ്യം ചെയ്യണം എന്നൊക്കെയുള്ള പരാമർശങ്ങൾക്കൊക്കെ ഒന്നും അല്ല ഒഴിഞ്ഞുമാറലാണെങ്കിൽ അങ്ങ് അനിൽ നമ്പ്യാർ അങ്ങനെ അങ്ങ് ചെയ്തോളൂ, അങ്ങനെ വിചാരിച്ചു. അതല്ല ഞാൻ പറഞ്ഞല്ല, അതല്ല അതിലെന്ത് തെറ്റാണുള്ളത്? പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവർ ഇവരാണ്. ഞാൻ അതിന് മറുപടി പറയുന്നില്ല. ഞാൻ അതിന് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ രാഷ്ട്രീയ ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നത്തെ രാഷ്ട്രീയ ചർച്ചയിൽ എനിക്കറിയാം എന്നെ ഇതിനകത്ത് കുരിശാക്കാനുള്ള ശ്രമമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുള്ളത് എനിക്കറിയാം. ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഷാജിമോന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് യഥാർത്ഥത്തിലുള്ള വിഷയങ്ങളാണെങ്കിൽ അതിന്റെ പ്രപ്പോസലുകൾ എഴുതി മന്ത്രിസഭാ ഉപസമിതി അവിടെയുണ്ട്, അവർക്ക് കൊടുക്കണം. ഗവൺമെന്റിന്റെ പ്രതിനിധി അവിടെയുണ്ട്, അവർക്കൊന്ന് കൊടുക്കണം. അതൊന്ന് ചർച്ച ചെയ്യണം. ആ ചർച്ചയിൽ അതാണോ ഇതാണോ ഏതാണ് വേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് അന്തിമമായൊരു തീരുമാനമെടുക്കാം. ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞതും പിറ്റേ ദിവസം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതും ഒക്കെ കേട്ടു. നമ്മൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും കാഴ്ചപ്പാടുമുണ്ട്. അത് ആ ധാരണയിൽ തന്നെ അത് നിൽക്കട്ടെ. അതിനെ റിബട്ട് ചെയ്യാൻ ഞാൻ പരിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരുടെ ഉപദേശമാണ്? അല്ലല്ല, അനിൽ നമ്പ്യാർ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ കാര്യത്തിന് മറുപടി ഞാൻ പറയട്ടെ. അനിൽ നമ്പ്യാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞാൽ മതി. അല്ലല്ല, അതുകൊണ്ടല്ല. അനിൽ നമ്പ്യാർ ബഹുമാനപ്പെട്ട ഷാജഹാൻ അങ്ങ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയമാണ് അനിൽ നമ്പ്യാർ പറഞ്ഞത്. അനിൽ നമ്പ്യാർ കണക്കുകളുള്ള മറുപടി കൊടുത്താൽ മതി. അനിൽ നമ്പ്യാർ വിവരാവകാശ പ്രകാരം കിട്ടിയ കുറച്ച് കണക്കുകൾ പറഞ്ഞു, അതിന് മറുപടി കൊടുത്താൽ മതി. രാഷ്ട്രീയ ചർച്ചയാവാം. നമുക്ക്
അതിന് നമുക്ക് രാഷ്ട്രീയ ചർച്ചയാവാം. ഒന്ന്, അങ്ങ് പറഞ്ഞതിനോടുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് മറുപടി ഉണ്ട്. കാരണം 90 10 ദിവസം കൊണ്ടും പിന്നത്തെ 7 ദിവസം കൊണ്ട് 190 ആയതിനെ കുറിച്ചൊക്കെയുള്ള അങ്ങയുടെ പരാമർശങ്ങളോട് എനിക്ക് മറുപടി ഉണ്ട്. പക്ഷെ ആ മറുപടി ഒരു വ്യക്തത വേണ്ടേ, ഒരു സുതാര്യത വേണ്ടേ ഇതിലൊക്കെ? നാട്ടുകാരെ നൽകുന്ന പണമല്ലേ ഇത്? അല്ല, ഈ വ്യക്തത നാട്ടുകാരുടെ പണമാണ്. അക്കൗണ്ടന്റിന്റെ ഓഡിറ്റർ ജനറൽ, CAG ഒക്കെ ഓഡിറ്റ് ചെയ്ത് ഈ ഫണ്ടിൽ നിന്ന് പണം എടുക്കാൻ പറ്റാത്തതാണ്, കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകും. അത് നമുക്ക് നോക്കാം. ഈ CMDRF ഫണ്ടിൽ നിന്ന് 24 ലക്ഷം ഉറുപ്പിക കൊടുത്തത് നിയമവിരുദ്ധമാണെങ്കിൽ CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ അത് വരും. നമുക്കത് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് നീങ്ങാം. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രശ്നം എന്താ? ഷാജിബോൻ പറയുന്നത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തത് കിട്ടണം. അത് ചെയ്ത് കിട്ടുന്നതിന് അദ്ദേഹത്തിന് ഒരു പ്രപ്പോസൽ ഉണ്ടെങ്കിൽ ആ പ്രപ്പോസലുകൾ ഗവൺമെന്റിന്റെ പ്രതിനിധികൾക്ക് കൊടുക്കണം. ഗവൺമെന്റിന്റെ പ്രതിനിധിയും മന്ത്രിസഭാ ഉപസമിതിയുമുണ്ട്. വാങ്ങാൻ കൂട്ടാക്കാൻ തയ്യാറല്ലെങ്കിൽ, അല്ലെങ്കിൽ വാങ്ങാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഞാൻ ആ ഗവൺമെന്റിന്റെ പ്രതിനിധികളോട് പറയാം, ഇങ്ങനെ ഷാജിബോൻ എന്ന് പറയുന്ന ഒരാൾ രേഖാമൂലം നിങ്ങൾക്കൊരു പ്രപ്പോസൽ തരുന്നുണ്ട്, അതൊന്ന് പരിശോധിക്കണം എന്ന് നമുക്ക് പറയാം. നമ്മുടെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറയാം. ഈ കാര്യത്തിൽ നമ്മൾ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ദുരിതം അനുഭവിക്കുന്ന ജനസമക്ഷത്തിനെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആക്ഷേപം എന്താണ്? ആ ജനസമൂഹത്തെ വെച്ചുകൊണ്ട് ഇത്തരമൊരു പ്രളയങ്ങൾ ഉണ്ടാക്കി, ഇത്തരമൊരു ചലനങ്ങൾ ഉണ്ടാക്കി പണം സുരേഷ് ബാബു, ഈ ദുരന്തത്തിൽ രാഷ്ട്രീയം പാടില്ല, ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഈ ദുരിതാശ്വാസ നിധി ആ ഫണ്ട് വെട്ടിക്കാനുള്ള ശ്രമങ്ങൾ, അത് നമുക്ക് മൂടിവെക്കാൻ പറ്റില്ല. നേരത്തെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ദുരന്തം വരുമ്പോൾ രാഷ്ട്രീയം പാടില്ല. അപ്പോൾ എളുപ്പമാണല്ലോ, ആരും അറ്റാക്ക് ചെയ്യില്ല. അഥവാ വല്ലവരും പറയുകയാണെങ്കിൽ അവരെ പിടിച്ചകത്തിടും, അവർക്കെതിരെ കേസെടുക്കും. അതൊക്കെ ശരിയാണോ? ആരാണ് ഇവിടെ വിമർശനത്തിന് അതീതരായിട്ടുള്ളത്? മുഖ്യമന്ത്രി വിമർശനത്തിന് അതീതനല്ലേ? അനിൽ നമ്പ്യാർ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്തൊക്കെ പൊതു ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് എന്നോട് മറുപടി പറയിപ്പിക്കാൻ ശ്രമിക്കരുത്. ആരും വിമർശനത്തിന് അതീതരല്ല. പക്ഷെ ഞാൻ മുഖ്യമന്ത്രി വിമർശനത്തിന് അതീതനല്ലെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഇന്നത്തെ ചർച്ചയുടെ വിഷയത്തിനകത്ത് ഒരു രാഷ്ട്രീയം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും ഞാൻ പറഞ്ഞു. രാഷ്ട്രീയത്തിനെ നിങ്ങൾ എന്തിനാ മോശമാക്കുന്നത്? രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതല്ലേ രാഷ്ട്രീയം പറയുന്നത്? രാഷ്ട്രീയം എന്തോ മോശമാണെന്നുള്ള രീതിയിൽ എന്തിനാ പറയുന്നത്? ഇതിന്റെയൊക്കെ പുറകിൽ രാഷ്ട്രീയം ഇല്ലേ? ആ ഉന്നതമായ മൂല്യം വെച്ച് ഷാജഹാൻ സംസാരിച്ചിട്ടില്ല. ഗുരുമൂർത്തി സംസാരിച്ചിട്ടില്ല. ആ പ്രിയ സ്നേഹിതൻ അനിൽ നമ്പ്യാർ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ആ ഉന്നതമായ മൂല്യം നിങ്ങൾ മാത്രമാണ് നിലനിർത്തിയിട്ടുള്ളത്. ഞാൻ ഇതിനകത്ത് ഒന്നും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. കൊണ്ടുവരണ്ടേ? ഒരു രൂപ കൊണ്ടുവരണ്ടേ? CPMന്റെ പ്രവർത്തകനായിട്ടുള്ള ഭാര്യയും ഭർത്താവും CMDRFിൽ നിന്ന് 50 ലക്ഷം രൂപ അടിച്ചുകൊണ്ടുപോകണമെങ്കിൽ ചർച്ച ചെയ്യണ്ടേ? CMDRFിൽ നിന്ന് ഒരു CPM-കാരനും അയാളുടെ ഭാര്യയും 50 ലക്ഷം രൂപ അടിച്ചു മാറ്റിയെന്ന് ഹിന്ദു പത്രത്തിൽ 2020 വന്ന വാർത്ത ആണ് ഗുരുമൂർത്തി പറഞ്ഞത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? അത് ചർച്ച ചെയ്യണ്ടേ? അങ്ങനെയുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഇവിടെ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ആ കാര്യം ഇപ്പോൾ പ്രസക്തമല്ല. രണ്ടാമത് ആര് പറഞ്ഞു അത് പ്രസക്തമാണ്? അന്നത് ചെയ്ത അതേ രാഷ്ട്രീയ പാർട്ടിയുടെ ഗവൺമെന്റ് ആണ് ഇന്നും ചെയ്യുന്നത്. അന്നത് ചെയ്ത അതേ രാഷ്ട്രീയ പാർട്ടി അതേ ഗവൺമെന്റാണ് അധികാരത്തിരിക്കുന്നത്. അതെങ്ങനെ പ്രസക്തമല്ലാതിരിക്കും? അതല്ല, നിങ്ങൾക്കുള്ള അതേ വികാരം തന്നെ. ഞാൻ അനിൽ നമ്പ്യാരോട് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അനിൽ നമ്പ്യാർ,
ഈ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ 30-ാം തീയതി രാത്രിയിൽ നടന്ന സംഭവത്തിന് ശേഷമുള്ള ഒരു തീയതിക്ക് വെച്ച് ഈ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വന്ന CMDRF-ലേക്ക് വന്നിട്ടുള്ള 1 രൂപ പോലും ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട ആവശ്യങ്ങൾക്കല്ലാതെ വേറെ ഒരു ആവശ്യത്തിനും ചെലവഴിക്കാൻ പാടില്ലെന്നുള്ള സർക്കാർ ഉത്തരവ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കവളപ്പാറയിലും പുത്തുമലയിലും കൂട്ടിക്കലിലും ദുരന്തം ഉണ്ടായപ്പോഴും ഇതേപോലെ പറഞ്ഞത്. അഥവാ ഒരുമിച്ച് നിന്ന് ചോദ്യം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതൊക്കെ സുരേഷ് ബാബു, കവളപ്പാറയിലും അതുപോലെ പുത്തുമലയിലും അതുപോലെ കൂട്ടിക്കലിലും ഒക്കെ ദുരന്തം ഉണ്ടായപ്പോഴും ഇങ്ങനെയാ പറഞ്ഞത്. CMDRF-ൽ നിന്ന് ഒരു പൈസ പോലും വകമാറ്റി ചെലവഴിക്കില്ല എന്ന ഉറപ്പാണ് നൽകിയത്. പക്ഷേ അതൊക്കെ ലംഘിക്കപ്പെട്ടില്ലേ? അതൊക്കെ കാറ്റിൽ പറത്തിയില്ലേ? പാലത്തിന്റെ മുകളിൽ നിന്ന് ചാനൽക്കാരൻ വിളിച്ചു പറയുന്നതിന് എല്ലാത്തിന്റെ ഔദ്യോഗികമായ പരിവേദനവും കൊടുത്ത് ചാനൽക്കാരൊന്നും ഇവിടെ നമുക്ക് പ്രശ്നമല്ല. നമ്മൾക്ക് ചാനലൊന്നും പ്രസക്തമല്ല. നമുക്കൊന്നും ചാനലിന്റെ പ്രശ്നമല്ല. 2018-ലെ മഹാപ്രളയത്തിന്റെ സമയത്ത് വിശ്വാസത്തോടുകൂടി സർക്കാരിന് ജനങ്ങൾ കൊടുത്ത പണത്തിൽ നിന്ന് അടിച്ചു മാറ്റി മറ്റേ തമിഴ്നാട്ടിൽ കൊണ്ട് കോഴി ഫാം ആരംഭിച്ചിട്ടുണ്ട് CPM-കാരൻ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന്. ഇതെന്തുവാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്നിട്ട് പറയാൻ ഇങ്ങോട്ട് തന്നേക്കുന്നത്. ഷാജഹാൻ അങ്ങത് എഴുതി കൊടുക്കണം, പരാതി കൊടുക്കണം. ആലോചിക്കാമല്ലോ. എന്താ എന്റെ ഷാജഹാൻ അങ്ങ് ഗവൺമെന്റിൽ ഇരുന്ന ആളല്ലേ? ഞാൻ ഗവൺമെന്റിൽ ഇരുന്നിട്ടില്ല. ഞാൻ പ്രതിപക്ഷത്തിലിരുന്നിട്ടുള്ളൂ. ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടത്തിലിരുന്നിട്ടുള്ളൂ. ഗവൺമെന്റിലൂടെ ആയിരുന്നിട്ടില്ല. പക്ഷെ അങ്ങ് ഗവൺമെന്റിൽ ഇരുന്ന ആളല്ലേ? ഇല്ല, ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടത്തിലിരുന്നിട്ടുള്ളൂ. ഞാൻ ഗവൺമെന്റിൽ ഇരുന്നിട്ടില്ല. ഞാൻ ഗവൺമെന്റിൽ ഇരുന്നിട്ടില്ല. ഞാൻ പ്രതിപക്ഷ നേതാവിനൂടെ ഇരുന്നിട്ടുള്ളൂ. VS അച്യുതാനന്ദ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് കൂടിയിരുന്നത്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഷാജഹാൻ ഉണ്ടായിരുന്നു. ഷാജഹാൻ അപ്പോഴേക്ക് പുറത്താക്കി പാർട്ടിയിൽ നിന്ന്. അല്ല, അത് ഗവൺമെന്റ് സംവിധാനം തന്നെയാണ്. പ്രതിപക്ഷ നേതാവിന് അതുകൊണ്ട് എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്താ പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് റാങ്ക? അതെ, അതുകൊണ്ട് നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഇത് അങ്ങക്ക് ഷാജഹാൻ അടിച്ചു നിങ്ങൾ അതുപോലെ ചെയ്യ്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? സർക്കാർ ഉത്തരവുണ്ടായ കാര്യം അതുപോലെ നടക്കുന്നതാണോ? ചെയ്യേണ്ടത് ചെയ്യും. സർക്കാർ ഉത്തരവുണ്ടായിട്ടാ കോഴി ഫാം നടത്താൻ പോയത്. സർക്കാർ ഉത്തരവ് അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോഴും കോഴി ഫാം നടത്താൻ പോയി. പ്രളയ ദുരിതാശ്വാസ ഫണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട്. ഈ ചർച്ചയ്ക്ക് മറുപടി പറയാൻ ഞാൻ ഇല്ലെന്ന് ഞാൻ മറുപടി പറയണം. അങ്ങനെയല്ലേ വേണ്ടത്? അല്ല, നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഞാൻ അതിനകത്ത് മറുപടി പറയാൻ ഇല്ലെന്നാണ്. മറുപടി ഉണ്ടെന്ന് പറയണം. മറുപടി പറയണം. അതല്ലേ വേണ്ടത്? അല്ലാതെ മറുപടി ഇല്ല എന്നാണോ പറയേണ്ടത്? സുരേഷ് ബാബു എന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുമ്പോ ഞാൻ സുരേഷ് ബാബുവിനോട് പറയണം ഞാൻ എനിക്ക് മറുപടി ഇല്ല എന്നാണോ പറയേണ്ടത്? അതെ, പറയട്ടെ. സുരേഷ് ബാബു പ്ലീസ്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഒന്നുമില്ല. CMDRF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അല്ലല്ലോ ആ ഒരു അജണ്ട വെച്ച് പറഞ്ഞോളൂ. ഇഷ്ടപ്പെടാം. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. അല്ല, ഞാൻ എന്ത് പറയാനാ? പറയുമ്പോ നിങ്ങൾ കയറി പറയല്ലേ? നിങ്ങൾ പറഞ്ഞോളൂ.